അയ്യോ അമ്മച്ചി, ഇത് എലിവേഷൻ അല്ല, ടെലിവിഷൻ ആണ്. ഓ എന്തോ കുന്നെങ്കിലാവട്ടെ, നീ അത് നിൽക്കേ. എടാ പിള്ളേരെ, ഇവിടെ ബഹളം വെക്കാതെ അകത്ത് പോയി വേദോത്സവം വായിക്കും. സമാധാനത്തോടെ ഇരുന്ന് കാണട്ടെ. കർത്താവ് ഇന്ന് എന്തോ ആകുമോ ആവോ. ആ മോളെ, നീ വന്നോ? യാത്രയ്ക്ക് സുഖമായിരുന്നൂടി. നിന്നെ കണ്ടിട്ട് ഭയങ്കര ക്ഷീണം. ഞാൻ ആകെ ടയേർഡായി. ഇതെന്തോ കുന്നവാ, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇത് കാണാതിരിക്കണമെന്നുള്ളതാണോ? ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ. കർത്താവേ, മാനസപുത്രിയുടെ സോഫ്യ കൊച്ചിന്റെ കാര്യം എന്തോ ആകുമെന്ന്. എന്നാലും അതിനകത്തുള്ള പ്രകാശിന്റെ ഒരു കാര്യമേ, ഒരു കോന്തൻ ഒന്നിനും കൊള്ളാത്തത്. ആ കുട്ടിക്ക് ഈ ഗതി വന്നല്ലോ. കർത്താവേ, കർത്താവേ, നീ അവരെ കാത്തുകൊള്ളണമേ. എടി അന്നാമേ, നിനക്ക് എന്തു പറ്റി? ഇപ്പോൾ പള്ളിയിലോട്ടൊന്നും കാണാനില്ലല്ലോ. വല്ല അസുഖം വല്ലതും ആണോടി? എന്നാ പറയാനടി, 100 കണക്കിന് പരിപാടികളല്ലേ ഇതിനകത്ത്. ഇതൊക്കെ ഒന്ന് കണ്ടു തീരുമ്പോഴത്തേക്ക് ഒരു സമയമാണ്. പിന്നെ അങ്ങ് മടിക്കും. നീ വാ, ഇരിക്കെ, നമുക്ക് പരിശോഷണം പറഞ്ഞിരിക്കാം. നിന്റെ മരുമോൾ അമേരിക്കയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ, ശരിയാണോടി? അവളുടെ ഭർത്താവ് കുഞ്ഞുമോനും വന്നിട്ടുണ്ടോ? ഓ, അവൻ വന്നില്ല. അവന് വലിയ ജോലിയല്ലയോ അവിടെ. അവൻ എപ്പോഴും തിരക്കാണെന്ന മോള് പറയുന്നത്. എന്തിയേടി, അവളെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ. എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. മോളെ ആലേ, ആലേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇത് ദീനാമ്മ വന്നിട്ടുണ്ട്. എടി മോളെ ആലേ. എന്തോ നാടി ആലേ ആലേ? പറമ്പിലുള്ള ഏതോ ഒരു മരത്തിന്റെ പേരല്ലേ? ഓ, അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷനാണ്. നിനക്കിതൊന്നും അറിയാമെന്നില്ലായോ? അവൾ എന്നോട് പറഞ്ഞതേ അവളെ ആലേ ആലേ എന്ന് വിളിച്ചാ മതിയെന്നാ. നിനക്കൊരു കാര്യം അറിയാമോ? അവൾ എന്നെ എന്തോ വിളിക്കുന്നത് അന്നു അന്നു എന്നാണ്. എന്റെ ദൈവമേ, കലികാലം തന്നെ. അന്നമ്മച്ചേച്ചി ഏടെയൊന്നും പള്ളിയിലൊന്നും വരുന്നില്ലല്ലോ, എന്ത് പറ്റി? എന്താ പറയാനോ അച്ഛോ, ആരെയും പിള്ളേരും വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ ഇടയായിട്ട് അച്ഛന്റെ പ്രസംഗം ഭയങ്കര ബോറാ. ഞാനത് പറയുന്നത് വിചാരിച്ചിട്ട് കുറെ നാളായി. അതിന് ഞാൻ പറ്റുമല്ലോ, അന്നമ്മച്ചേച്ചിരുന്ന് ഉറക്കം തോന്നിയാണല്ലോ. അച്ഛൻ പറയുന്നതെല്ലാം ശരിയാ ശരിയാ, തലയാട്ടി സമ്മതിക്കുന്നതല്ലേ. എന്നാ ഈ പ്രസംഗത്തിനിടയിൽ അച്ഛന് വല്ല സീരിയൽ കഥയോ വല്ല പരദൂഷണം പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമല്ലയോ? മനസ്സിലായി. ആ, എന്നാ പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക. സമയം കിട്ടുമ്പോഴൊക്കെ പള്ളിയിലോട്ടൊക്കെ വരണം. അച്ഛാ, നമ്മള് വന്ന കാര്യം മറന്നല്ലോ. വലിയ പണിയാ. ആ, ഞാൻ വന്ന കാര്യമൊക്കെ മറന്നുപോയി. ആരിഫോൺ അമേരിക്കയിലൊക്കെ വന്നിട്ടുള്ളതല്ലേ, അപ്പൊ ഞങ്ങൾ കുറച്ച് സഹായമൊക്കെ പ്രതീക്ഷിക്കുന്നു. എന്റെ അച്ഛോ, ഈ ഇടയ്ക്ക് ഇപ്പൊ ഇത്തിരി ടൈറ്റാ. സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ അല്ലയോ? അച്ഛൻ ഇത് പറയാനാണ് ഇങ്ങോട്ട് വന്നത്. അച്ഛൻ പോയിട്ട് പിന്നെ വാ, നമുക്ക് അപ്പം സംസാരിക്കാം. എന്നാ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുവാ. ആനേ, എടാ പിള്ളേരെ, പ്രാർത്ഥിക്കാൻ പാടാ. അച്ഛോ, പെട്ടെന്ന് പ്രാർത്ഥിക്കണേ. എന്റെ മാനസപുത്രി തീരെ തുടങ്ങല്ലേ. അല്ല പിള്ളേരെ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങളെ ഒന്നും പള്ളിയോട്ടൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങളും പള്ളിയൊക്കെ ഉപേക്ഷിച്ചോ? അയ്യോ അച്ഛാ, ഞങ്ങൾക്ക് ടിവിയും ടോം ആൻഡ് ജെറിയും എല്ലാം കണ്ടിട്ട് സമയം കിട്ടത്തില്ല. അതുകൊണ്ടാ പള്ളി വരാത്തത്. എന്നാ പിന്നെ ഞാൻ പ്രാർത്ഥിക്കുക. അച്ഛോ, പ്രാർത്ഥിക്കുമ്പോഴേ മാനസപുത്രനെ ചോക്കിപ്പറ്റിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. വലിയ കഷ്ടത്തിൽ അവളുടെ കാര്യം. അച്ഛൻ അവൾക്ക് വേണ്ടി മുട്ടിപ്പോയി പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം. അച്ഛൻ പെട്ടെന്ന് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ലൈറ്റ് വന്നു അമർത്തി. എന്റെ ദൈവമേ, അച്ഛൻ ഇപ്പൊ ഇത് മതി, എന്റെ സീരിയൽ തുടങ്ങി. എന്റെ ദൈവമേ, ഈ കുടുംബത്തെ കാത്തുകൊള്ളണം. എന്താടി വിളിച്ച്? ഓൾഡ് ലേഡിന്നോ? എടി അന്നാമേ, നിന്റെ മരുമകളായെന്ന് മാറിപ്പോയല്ലോ. ഓ, നീ അത് കണ്ടില്ലാന്ന് വെച്ചേക്ക്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യമല്ലയോ? ഹായ്,
ഒന്ന് നിന്നേ. ഈ കൊച്ച്, നീ ഇങ്ങോട്ടേക്ക് വന്നേ. നിന്റെ പാടല് പോലെ എന്താ കീറിയിരിക്കുന്നേ? എടി അല്ലാമേ, ആ സൂചി നൂലും തന്നെ ഈ കൊച്ചിന്റെ പാവാട ഇതാ കീറിയിരിക്കുന്നു. അയ്യോ അമ്മച്ചി, ഇത് കീഴിയതല്ല, ഇത് ഇപ്പോഴത്തെ ഫാഷനാ. പണ്ട് ഞങ്ങളുടെ കാലത്ത് കീറിയത് തയ്ച്ചോണ്ടായിരുന്നു നടക്കുന്നത്. ഇന്ന് പിള്ളേർ കീറാത്തതും കീറിയിട്ടോണ്ടാണ് നടക്കുന്നത്. മിസ് കോൾ ആയിരുന്നു മോളെ. ഇത് എന്തുവാടി ഈ സാധനം? ഇതാണ് ഈ മൊബൈല്, വള്ളി ഇല്ലാത്ത ഫോൺ. എനിക്കിതൊന്നും അറിയാൻ മേലെയോ? ഹലോ ഹലോ ഹലോ, അയ്യോ കുഞ്ഞുമച്ചായ, കുഞ്ഞുമച്ചായ. ഹലോ, കുഞ്ഞുമോനാണോടാ? എന്താ? അയ്യോ എന്റെ പൊന്നു മോനെ. എന്തു പറ്റി? എടി എന്റെ മോന്, എന്റെ കുഞ്ഞുമോന് ഹാർട്ട് അറ്റാക്ക് ആണ്. അവന്റെ കൂട്ടുകാരൻ വിളിച്ചു വന്നു. എന്റെ കർത്താവേ, നീ എന്നോട് ഇത് ചെയ്തല്ലോ. എടി ആലിസെ, നീ അച്ഛനെ ഒന്ന് വിളിക്ക്. അച്ഛനോടൊന്ന് പറ ഇങ്ങോട്ട് വരാൻ. ഹലോ ഹലോ അച്ഛോ, ഇത് ഞാൻ ആലീസ്. അച്ഛനൊന്ന് ഇവിടെ വരെ വരാവോ? ആ ആ ശരി. എന്നാ പറ്റി? അച്ഛോ, എന്റെ മോൻ, അവന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവന്റെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു. സുഖമില്ലാഞ്ഞിട്ട് ആശുപത്രിയിലോ. അനുമച്ചെടുത്ത് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. വിളിച്ചാൽ വിളിയേക്കുന്ന ദൈവമാണ് നമ്മുടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അങ്ങയുടെ അനുഗ്രഹം ചൊരിയണമേ. ദൂരദേശത്തുള്ള നിന്റെ പുത്രന് പ്രാർത്ഥന മാറ്റിക്കൊടുക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം കൊടുക്കണമേ. ഞങ്ങൾക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ രൂപയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അയ്യോ അമ്മച്ചി, അച്ഛന്റെ കൂട്ടുകാരനായിരുന്നു വിളിച്ചത്. ക്രിട്ടിക്കൽ സ്റ്റേജ് മരി കടന്നു. കർത്താവേ, നിനക്ക് സ്തോത്രം. അച്ഛന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ വലിയ തെറ്റാ ചെയ്തത്. എന്നോടൊക്കെ ക്ഷമ ചോദിക്കണ്ടേ? ദൈവത്തിനോടാ. ഇപ്പൊ മനസ്സിലായില്ല അമ്മയ്ക്ക് പ്രാർത്ഥനയുടെ ഗുണം. ആ അച്ഛൻ.